ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാനിന്നിവിടെ ഒരു പക്കോട ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, ഒരു ഓണിയൻ എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ബീറ്റ്റൂട്ട് അരിഞ്ഞു വെച്ചു, ഉള്ളി അരിഞ്ഞു വെച്ചു, പച്ചമുളക്, കരിയാപ്പില. പിന്നെ ഇതിനകത്ത് ആവശ്യത്തിനുള്ള കടലമാവ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അരിപ്പൊടി അതും ചേർത്തിട്ടുണ്ട്. അതിനകത്ത് കായപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ആഡ് ചെയ്യണം. ഇതിനകത്ത് ഞാൻ ഫുൾ ബീറ്റ്റൂട്ട് എടുത്തിട്ടില്ല, ഒരു ഹാഫ് ബീറ്റ്റൂട്ടേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാമേ. ഈ പരുവത്തി വേണം വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കാൻ. ഒത്തിരി വെള്ളം പോലെ ആകാൻ പാടില്ല. ഞാൻ ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാമേ. ഞാനിവിടെ ഗോൾഡ് വിന്നറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇനി കുറച്ച് അതിനകത്തോട്ട് ഇടുവാണേ. ഇങ്ങനെ നമ്മുടെ ഓണിയൻ ബീറ്റ്റൂട്ട് പക്കോട റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി കോരുവാണേ. അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട് ഓണിയൻ പക്കോട റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട് ഓണിയൻ പക്കോട റെഡി. അടിപൊളിയാണ്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്യണേ. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദ ഇട്ടുണ്ടാക്കാമേ. ഞാനകത്ത് കടലമാവായിട്ടിരിക്കുന്നു. കടലമാവും അരിപ്പൊടി. സൂപ്പർ. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊത്തുമല്ലി ഇല ഇടാം, കരിയാപ്പില ഇട്ടാൽ അതിനും ടേസ്റ്റാണ്. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി മുളക് പൊടിയൊക്കെ ചേർക്കാമേ. ഞാനകത്ത് മുളക് പൊടി ചേർത്തിട്ടില്ല. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. പിള്ളേർക്കൊക്കെ ബീറ്റ്റൂട്ടൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഇതുപോലൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുത്തേച്ചാൽ മതി. സൂപ്പർ. മഴ സമയത്തൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. ചൂട് ചായയും ബീറ്റ്റൂട്ട് ഓണിയൻ പക്കോട അടിപൊളി. Thanks for watching my video. Please like, share and subscribe my channel. Thank you.